Welcome to BSC main physics class. Paper 4, Semester 5, Paper 4, Atomic and Molecular Physics. This is class number 9. Today's topic is LS coupling and JJ coupling. LS coupling and JJ coupling. BSC main physics class. The unit is Unit 1 vector atom model. And we study what are LS coupling and JJ coupling. When you write LS coupling, you can write L and S capital. When you write JJ coupling, you write 2 J's, small letters. Small letter you can write. Here 1 letter, 1 J is capital. You can write both letters small letters. So before that, we have to study the 4 quantum numbers. Before going to study the LS coupling and JJ coupling, we have to study what are the 4 quantum numbers. In vector atom model, we have studied 7 quantum numbers. 7 quantum numbers. N, L, S, J, M, L, M, S, M, J. We have studied. But in order to represent an atomic state electron configuration, we need not require all the 7 quantum numbers. We need only 4 quantum numbers. അതായത് നമ്മൾ വെക്ടർ ആറ്റം മോഡൽ പഠിച്ചപ്പോൾ 7 ക്വാണ്ടം നമ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അവ എൻ, എൽ, എസ്, ജെ, എം, എൽ, എം, എസ്, എം, ജെ എന്നിങ്ങനെയാണ്. ഓരോന്നിൻ്റെ പേര് നിങ്ങൾക്കറിയാം. എൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, എൽ ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ, എസ് സ്പിൻ ക്വാണ്ടം നമ്പർ, ജെ ടോട്ടൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ. ബാക്കി 3ഉം മാഗ്നറ്റിക് എന്നുള്ള വാക്ക് ചേർത്ത് പറയുന്നതാണ്. എം എൽ മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ, എം എസ് മാഗ്നറ്റിക് സ്പിൻ ക്വാണ്ടം നമ്പർ ആൻഡ് എം ജെ മാഗ്നറ്റിക് ടോട്ടൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ. പക്ഷേ ഒരു ആറ്റത്തെ നമ്മൾ കംപ്ലീറ്റ് സ്പെസിഫൈ ചെയ്യാൻ, കംപ്ലീറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ ഈ 7 ക്വാണ്ടം നമ്പർ ആവശ്യമില്ല. ഒരു 4 എണ്ണം വരുന്ന സെറ്റ് മതി. ആ 4 എണ്ണത്തെ വിളിക്കുന്ന പേരാണ് ദ 4 ക്വാണ്ടം നമ്പേഴ്സ്. അവ ഏതൊക്കെയാണ്? അതാണ് ഇവിടെ പറയുന്നത്. ദ 4 ക്വാണ്ടം നമ്പേഴ്സ്. The quantum state of an electron in an atom subjected to a strong field, magnetic field, is completely specified by the quantum numbers N, L, M, L and M, S. LS സഫിക്സ് ആണ് കേട്ടോ. അപ്പോൾ ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ആറ്റത്തെ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് ഈ 4 എണ്ണം മതി. ഏതൊക്കെയാണ് ക്വാണ്ടം നമ്പർ? N, L, M, L, M, S. LS സഫിക്സാണ്. അപ്പോൾ N, L, M, L, M, S എന്ന് പറയുന്ന 4 ക്വാണ്ടം നമ്പർ മതിയാകും. The atomic system represented by these 4 quantum numbers is called 4 quantum number system. അപ്പോൾ ഏതെങ്കിലും ആറ്റത്തെ അറ്റോമിക് സിസ്റ്റത്തെ നമ്മൾ ഈ 4 ക്വാണ്ടം നമ്പർ കൊണ്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ 4 ക്വാണ്ടം നമ്പർ അറ്റോമിക് സിസ്റ്റം എന്ന് വിളിക്കും. ഏതെങ്കിലും അറ്റോമിക് സ്റ്റേറ്റിനെ നമ്മൾ ഈ 4, ഏതൊക്കെയാണ് 4? N, L, M, L, M, S, ഈ 4 ക്വാണ്ടം നമ്പർ കൊണ്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ അത്തരം ഒരു അറ്റോമിക് സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് 4 quantum number system. Then N, L, M, L and M, S are called the 4 quantum numbers. അത് സ്ട്രോങ് ഫീൽഡ് ഉള്ള ആറ്റമാണ്. സ്ട്രോങ് ഫീൽഡ് ഉള്ള ആറ്റമാണ്. ഇനി വീക്ക് ഫീൽഡ് ആറ്റം ആണെങ്കിൽ ഈ ക്വാണ്ടം നമ്പർ ചെറുതായി ഒന്ന് മാറും. വീക്ക് ഫീൽഡ് ആറ്റത്തിൽ ഇപ്പോൾ ഇനർട്ട് ഗ്യാസ് പോലെയുള്ള വീക്ക് ഫീൽഡ് ആറ്റം ഉണ്ട്. അവിടെ സംഭവിക്കുന്നു. If the field is weak, the state of electron is completely defined by the quantum numbers N, L, J and M, J. അപ്പോൾ M, L, M, S മാറി. അതിന് പകരം ജെയും എം ജെയും വരും. ഇഫ് ദ ഫീൽഡ് ഈസ് വീക്ക്, ദ സ്റ്റേറ്റ് ഓഫ് ഇലക്ട്രോൺ ഈസ് കംപ്ലീറ്റ്ലി ഡിഫൈൻഡ് ബൈ ദ ക്വാണ്ടം നമ്പേഴ്സ് N, L, J and M, J. That is, all the 7 quantum numbers are not needed to specify an atomic system completely. അപ്പോൾ ഒരു അറ്റോമിക് സിസ്റ്റം പൂർണ്ണമായിട്ടും റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് 7 ക്വാണ്ടം നമ്പറിൻ്റെ ആവശ്യമില്ല. 4 എണ്ണത്തിനൊരു സെറ്റ് മതി. ആദ്യ സെറ്റ് N, L, M, L, M, S ആണ്. രണ്ടാമത്തെ സെറ്റ് N, L, J, M, J ആണ്. ആദ്യ സെറ്റ് N, L, M, L, M, S ആണ്. രണ്ടാമത്തെ സെറ്റ് N, L, J, M, J ആണ്. ഒന്നാമത്തെ സെറ്റ് നമ്മൾ എടുക്കുന്നത് സ്ട്രോങ് ഫീൽഡിൽ ഉള്ള ആറ്റമുകൾക്ക് വേണ്ടിയാണ്. വീക്ക് ഫീൽഡ് ആറ്റം ആണെങ്കിൽ ഈ രണ്ടാമത്തെ സെറ്റ്, അതായത് N, L, J, M, J എന്നുള്ള സെറ്റ് നമ്മൾ ഉപയോഗിക്കും. അല്ലാതെ ഒരു ആറ്റത്തെ, ഒരു അറ്റോമിക് സിസ്റ്റത്തെ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് 7 ക്വാണ്ടം നമ്പറിൻ്റെയും ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കപ്ലിംഗ് സ്കീംസ്.
കപ്ലിംഗ് സ്കീംസ്. അപ്പോൾ ഈ അറ്റോമിക് ഫിസിക്സ് പഠിക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു കാര്യം ജെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ജെ, ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റ് എത്രയാണ്? ജെ എന്ന് പറഞ്ഞാൽ എൽ പ്ലസ് ഓർ മൈനസ് എസ്. എൽ പ്ലസ് ഓർ മൈനസ് എസ്, അതാണ് എൽ പ്ലസ് എന്ന് പറയും. എൽ പ്ലസ് എസ്, ക്യാപിറ്റൽ ജെ, ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റ് ക്യാപിറ്റൽ ജെ. ഒരു ആറ്റത്തിൻ്റെ മൊത്തം, ഒരു ഇലക്ട്രോണിൻ്റെ അല്ല, മൊത്തം ആറ്റത്തിൻ്റെ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം നമ്മൾ ജെ എന്ന് എഴുതിയാൽ ജെ എൽ പ്ലസ് എന്നാണ് കാണുന്നത്. എൽ എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം, എസ് എന്ന് പറഞ്ഞാൽ സ്പിൻ ആംഗുലർ മൊമെൻറ്റം. അപ്പോൾ ഈ ജെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഈ അറ്റോമിക് സ്റ്റഡി, ഈ അറ്റോമിക് കോൺഫിഗറേഷൻ പഠിക്കുമ്പോൾ അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ജെ കണ്ടുപിടിക്കുക എന്നുള്ളതിന് നമ്മൾ എല്ലും എസും കമ്പൈൻ ചെയ്യണം. കമ്പൈൻ എന്ന് പറഞ്ഞാൽ കപ്പിൾ ചെയ്യണം. അങ്ങനെ കപ്പിൾ ചെയ്യാൻ 2 സ്കീമുണ്ട്. അത്തരം സ്കീമുകളെ വിളിക്കുന്നത് പേരാണ് LS കപ്ലിംഗ്. ഞാൻ പറഞ്ഞതാണെന്ന് ഓർക്കുക. അറ്റോമിക് സ്റ്റഡിയിൽ ജെ കണ്ടുപിടിക്കുക എന്നുള്ളത് അത്യാവശ്യമുള്ള കാര്യമാണ്. ജെ കാണാനായിട്ട് എല്ലും എസും കൂട്ടിയെടുക്കണം. അത് പ്രത്യേക രീതിയിൽ വെക്ടറായിട്ടാണ് കൂട്ടുന്നത്. എല്ലും എസും കൂട്ടി ജെ കാണുന്നത് പ്രത്യേക രീതിയിൽ വെക്ടറായിട്ട് എടുത്തുകൊണ്ടാണ് കൂട്ടുന്നത്. അങ്ങനെ വെക്ടറാക്കി എടുക്കുമ്പോൾ, കമ്പൈൻ ചെയ്യുമ്പോൾ അതിന് 2 പ്രധാനപ്പെട്ട രീതിയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഒന്നാമത്തേനെ നമ്മൾ LS കപ്ലിംഗ് എന്ന് പറയും, രണ്ടാമത്തേനെ JJ കപ്ലിംഗ് എന്ന് പറയും. അപ്പോൾ എന്താണ് ഈ കപ്ലിംഗ് സ്കീം എന്നാണ് ആദ്യം ഒന്ന് പറയുന്നത്. ഇൻ എ കോംപ്ലക്സ് ആറ്റം there are many electrons. If the orbital coordinates of different electrons are L1, L2, L3, you will hear 1, 2, 3 etc. suffix. L1, L2, L3 etc. 3 കൂത്തി etc. ആണ്. And spin coordinates are S1, S2, S3 etc. Then അവിടെ 1, 2, 3 suffix ആണ്. Then the resultant of these vectors can be obtained in different ways. അപ്പോൾ ഓരോ ഇലക്ട്രോണും, ഇപ്പോൾ ഒരു ആറ്റത്തിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കാണാമല്ലോ, ഹൈഡ്രജൻ ഒഴിച്ച്. അപ്പോൾ എല്ലാ ഇലക്ട്രോണിനും L വാല്യൂ കാണും, എല്ലാ ഇലക്ട്രോണും S വാല്യൂ കാണും. അവയെല്ലാം കൂട്ടിയെടുക്കുന്ന രീതിയാണ് പറയുന്നത്. Then the resultant of these vectors can be obtained by different methods. അപ്പോൾ കൂട്ടിയെടുക്കുന്നതിന് വ്യത്യസ്തമായ മെത്തേഡുകൾ ഉണ്ട്. ഇത് മെത്തേഡ് ഓഫ് കോമ്പിനേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ കപ്ലിംഗ്. അപ്പോൾ കപ്ലിങ്ങിനെ ആശ്രയിച്ചിരിക്കും. കപ്ലിംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം കമ്പൈനിങ് എന്നാണ്. കപ്ലിംഗ് മീൻസ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ 2 ഇൻഡിവിജ്വൽ വെക്ടേഴ്സ്. there are 2 types of coupling. 2 തരം കപ്ലിംഗ് ആണ് ഉള്ളത്. LS കപ്ലിംഗ്, JJ കപ്ലിംഗ്. അപ്പോൾ എഴുതുന്ന രീതി നോക്കുക, L ഹൈഫൻ ഇടാം, LS കപ്ലിംഗ്, JJ കപ്ലിംഗ്. അപ്പോൾ ഇനി നമ്മൾ LS കപ്ലിംഗ് എന്ന് പറയുകയാണ്. ഇത് വെക്ടോറിയൽ അഡീഷനാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡയഗ്രമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. വെക്ടർ ഒരേ ദിശയിലാണെങ്കിൽ നമുക്ക് കൂട്ടാൻ പ്രയാസമില്ല. നോക്കിയേ, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ബോക്സ് ഡയഗ്രം ഉണ്ട്. അവിടെ പിന്നെ ആദ്യം ലെഫ്റ്റ് അറ്റത്ത് 3 ആരോ, ഇതെല്ലാം ഇലക്ട്രോണിൻ്റെ സ്പിന്നാന്ന് വിചാരിക്കുക. 3 സ്പിന്നും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ ഒരു സ്പിന്ന് ഹാഫാണ്, എസ് ഹാഫാണെന്ന് അറിയാമല്ലോ. അപ്പോൾ 3 സ്പിന്നും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ നമ്മളത് കൂട്ടി 1/2 + 1/2 + 1/2 3/2 എന്ന് എഴുതും. അതാണ് താഴെ കാണിച്ചിരിക്കുന്നത്. രണ്ടാമത് നടുക്ക് 2 സ്പിൻ അപ്പാണ്, 1 സ്പിൻ ഡൗൺ ആണ്. അപ്പോൾ 2 ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് ഹാഫ് എന്ന് കിട്ടും. പ്ലസ് മൈനസ് വെട്ടിപ്പോകും. മൂന്നാമത്തെ പടത്തിൽ 2 സ്പിന്നേ ഉള്ളൂ, ഒന്ന് കീഴ്പോട്ടും മറ്റൊന്ന് മേപ്പോട്ടുമാണ്. അപ്പോൾ റിസൾട്ട് 0 ആയിരിക്കും. അപ്പോൾ ആകെ സ്പിൻ നമ്മൾ എഴുതുന്നത് ക്യാപിറ്റൽ എസ്, ഇൻഡിവിജ്വൽ സ്പിൻ എഴുതുന്നത് സ്മോൾ എസ്. ഇലക്ട്രോണിൻ്റെ ഓരോ ഇലക്ട്രോണിൻ്റെയും ഇൻഡിവിജ്വൽ സ്പിൻ എഴുതുന്നത് സ്മോൾ എസ്. അവിടെ സമ്മിനെ എഴുതുന്നത് ക്യാപിറ്റൽ എസ്. S = S1 + S2 + S3 എന്ന് പറയും. അങ്ങനെ എടുക്കുമ്പോൾ ഏതെങ്കിലും ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ വരികയാണെങ്കിൽ മൈനസ് എടുക്കണം. സ്മോൾ എസിൻ്റെ വാല്യൂ ഹാഫാണെന്ന് വിചാരിക്കുക. ക്യാപിറ്റൽ എസ് ഹാഫോ അല്ലെങ്കിൽ 3/2 5/2 ഒക്കെ വരാവുന്നതാണ് ഇലക്ട്രോണിൻ്റെ എണ്ണം അനുസരിച്ചിട്ട്. അപ്പോൾ അതൊരു ജനറൽ കേസ്. ഇനി ഈ സ്പിന്നുകൾ ചിലപ്പോൾ ഇൻക്ലൈൻഡായിട്ട് കിടക്കും, ഇൻക്ലൈൻഡ് ചരിഞ്ഞ് കിടക്കും. അങ്ങനെ ചരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഓർബിറ്റൽ കോണ്ടൻ നമ്പറിലും ചരിഞ്ഞ് കിടക്കും. L1 L2 ചരിഞ്ഞ് കിടക്കാം, S1 S2 ചരിഞ്ഞ് കിടക്കാം. അങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ വെക്ടോറിയൽ അഡീഷനാണ് എടുക്കേണ്ടത്. വെക്ടോറിയൽ അഡീഷൻ, വെക്ടർ കൂട്ടുന്ന അറിയാമല്ലോ പാരലഗ്രാം മെത്തേഡിൽ. അപ്പോൾ അങ്ങനെ വെക്ടർ കൂട്ടി ജെ കാണുന്ന രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു എല്ലും എസും കൂട്ടി, ക്യാപിറ്റൽ എല്ലും ക്യാപിറ്റൽ എസും കൂട്ടി ജെ കാണുന്നതിനെ വിളിക്കുന്ന പേരാണ് ഈ കപ്ലിംഗ്, LS കപ്ലിംഗ്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന താഴെ ഒരു പാരലഗ്രാം ഉണ്ട്. അവിടെ 2 ഇലക്ട്രോണിൻ്റെ കേസാണ് പറയുന്നത്. മെനി ഇലക്ട്രോൺ ആണെങ്കിൽ ഈ ചിത്രത്തിന് കോംപ്ലിക്കേഷൻ കൂടും. ഇത് 2 ഇലക്ട്രോണിൻ്റെ കേസാണ്.
അപ്പോൾ ഇവിടെ ആ റൈറ്റ് സൈഡിലെ പടത്തിൽ താഴെ ഒരു പാരലഗ്രം ഉണ്ട്. അവിടെ 2 ഓർബിറ്റൽ കോഡ് നമ്പേഴ്സ് എലോണിട്ടും എഴുതിയിരിക്കുകയാണ്. അവയുടെ റിസൾട്ടൻ്റ് ക്യാപിറ്റൽ എൽ ആ ഡയഗണൽ തരും. ഇപ്പോൾ ക്യാപിറ്റൽ എൽ അവിടെ ആ സ്മോൾ L1 + L2 ആണ്. ഇപ്പോൾ കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ ലൈൻ വരയ്ക്കണം. എന്നിട്ട് നമ്മുടെ ക്യാപിറ്റൽ L = L1 + L2 + L3 + L0 അത് എഴുതണം. ഇപ്പുറത്തെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് മാറിയ ഒരു പാരലഗ്രം ഉണ്ടല്ലോ, അവിടെ 2 ഇലക്ട്രോണിൻ്റെ സ്പിന്നുകൾ കാണിച്ചിരിക്കുകയാണ്. S1 S2 സ്മോൾ S1 സ്മോൾ S2 2 ഹാഫ് വെച്ചിട്ടാണ്. അതിന് റിസൾട്ടൻ്റ് നമ്മൾ അതിൻ്റെ ഡയഗ്രാമിലൂടെ കാണിക്കും. കാരണം പാരലഗ്രം മെത്തേഡ് ഓഫ് അഡീഷൻ ഓഫ് വെക്ടേഴ്സ് പറയുന്നത് ഈ 2 വെക്ടറുകളെ ഒരു പാരലഗ്രത്തിൻ്റെ 2 വശങ്ങൾ കാണിച്ചാൽ റിസൾട്ടൻ്റെ ഡയഗ്രാം കാണിക്കും. അക്കോർഡിംഗ് ടു പാരലഗ്രം law of addition of vectors, if two adjacent sides represent 2 vectors, their resultant will be given by the diagonal. അപ്പോൾ അങ്ങനെ ഒന്നാമത്തെ പാരലഗ്രത്തിൽ നമ്മൾ ക്യാപിറ്റൽ എൽ കണ്ടുപിടിച്ചു. രണ്ടാമത്തെ പാരലഗ്രത്തിൽ ക്യാപിറ്റൽ എസ് കണ്ടുപിടിച്ചു. ഇവ രണ്ടും ഈ ക്യാപിറ്റൽ എല്ലും ക്യാപിറ്റൽ എസും സൈഡുകളായിട്ട് വരുന്ന മറ്റൊരു വലിയ പാരലഗ്രം വിചാരിക്കണം. ആ മുകളിൽ കാണുന്നുണ്ടോ, ക്യാപിറ്റൽ എസും ക്യാപിറ്റൽ എല്ലും സൈഡുകൾ ആയിട്ട് വരുന്ന മറ്റൊരു പാരലഗ്രം വിചാരിക്കണം. അതിൻ്റെ ഡയഗണൽ കാണണം. ആ ഡയഗണലാണ് ക്യാപിറ്റൽ ജെ സൂചിപ്പിക്കുക. ക്യാപിറ്റൽ ജെ = ക്യാപിറ്റൽ എൽ + ക്യാപിറ്റൽ എസ് എല്ലാ വെക്ടേഴ്സാണ്. അങ്ങനെ ജെ കണ്ടുപിടിക്കുന്ന രീതി LS കപ്ലിംഗ് എന്ന് പറയും. ഇനി നമുക്കതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഒന്ന് വായിക്കാം. If the interaction between individual spin vectors is strong and interaction between individual orbital vectors is strong, the LS coupling is used. അപ്പോൾ എല്ലുകൾ കൂട്ടുന്ന കേസ്, എസ്സുകൾ കൂട്ടുന്ന കേസ്, അവയുടെ ഇൻട്രാക്ഷൻ പ്രാധാന്യം. എല്ലുകൾ തമ്മിൽ ഇൻട്രാക്ഷൻ ശക്തമാണ്, എസ്സുകൾ തമ്മിൽ ഇൻട്രാക്ഷൻ ശക്തമാണ്. അത്തരം കേസിൽ ജെ കാണാൻ നമ്മൾ LS കപ്ലിംഗ് എംപ്ലോയ് ചെയ്യും. ദിസ് ഈസ് ഓൾസോ കോൾഡ് നോർമൽ കപ്ലിംഗ്. LS കപ്ലിങ്ങിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നോർമൽ കപ്ലിംഗ്. ബിക്കോസ് ഇറ്റ് ഈസ് ദി most natural one. The resultant of orbital vectors is given by capital L equal L1 + L2 + L3 + etc. 1 2 3 സഫിക്സ് ആയിട്ട് ഈക്വൽ നോട്ട് എഴുതുമ്പോൾ അടുത്ത ലൈൻ. The resultant of spin vectors is given by capital S is small s1 + small s2 + s3 + etc. ഇപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ 2 ഇലക്ട്രോണുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ S1 + S2. Now capital L yes, the resultant orbital angular momentum coordinate number, capital S resultant spin coordinate number, spin angular momentum coordinate number. Now capital L and S combine to give the resultant total angular momentum vector, that is J is equal to L + S. J is L + S. Their total angular momentum mu j അല്ല mj, ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം mj എന്നോ ചില ബുക്കിനകത്ത് ക്യാപിറ്റൽ ജെ തന്നെ എഴുതും. ക്യാപിറ്റൽ ജെക്ക് 2 മീനിങ് ആണ്. ഒന്ന് ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം കോർഡിനേറ്റ് നമ്പർ, mj കറസ്പോണ്ടിങ് ആംഗുലാർ മൊമെൻറ്റം, ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം. അപ്പോൾ ഇവിടെ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ സിമ്പൽ നമ്മൾ mj എന്ന് കൊടുക്കുകയാണ്. mj = j ക്യാപിറ്റൽ J h/2π. h/2π ഗുണിക്കുന്നതാണല്ലോ ക്വാണ്ടൈസേഷൻ പ്രകാരം നമ്മൾ മൊമെൻറ്റം കണ്ടുപിടിക്കുന്നത്. അടുത്താണ് ജെ കപ്ലിംഗ്. ജെ കപ്ലിങ്ങിൻ്റെ ഡയഗ്രാം ഏറെക്കുറെ LS കപ്ലിങ്ങിനെ പോലെയാണ്. ഇവിടെ എന്താ ചെയ്യാമെന്നറിയാമോ? ആ റൈറ്റുള്ള പാരലഗ്രം നോക്ക്. താഴെ L1 S1 തമ്മിൽ ഇൻട്രാക്ഷൻ കൂടുതലാണ്. നേരത്തെ എല്ലുകൾ തമ്മിൽ ഇൻട്രാക്ഷൻ, ഇവിടെ പറയുന്നത് L S തമ്മിൽ ഇൻട്രാക്ഷൻ കൂടുതലാണ്. അപ്പോൾ L1 S1 കൂട്ടിയിട്ട് J1 കിട്ടും. അതാണ് താഴെ കാണുന്ന പാരലഗ്രത്തിലെ ഡയഗ്രാം. പിന്നെ ലെഫ്റ്റ് സൈഡിൽ മേപ്പോട്ട് വയ്ക്കുന്ന പാരലഗ്രം ഉണ്ടല്ലോ, അവിടെ L2 S2 തമ്മിൽ ഇൻട്രാക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ റിസൾട്ടാണ് J2. അപ്പോൾ 2 റിസൾട്ടൻ്റ് J നോക്കിയിട്ട് J1 J2, ആ J1 J2 കൂട്ടിയിട്ട് മറ്റൊരു പാരലഗ്രം വരയ്ക്കണം. J1 J2 കൂട്ടിയിട്ട് നമ്മൾ ഒരു ക്യാപിറ്റൽ J കണ്ടുപിടിക്കും. ക്യാപിറ്റൽ J1 J2 കൂട്ടും. അങ്ങനെ ക്യാപിറ്റൽ J കാണുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് ജെ കപ്ലിംഗ്. ഇപ്പോൾ സ്മോൾ J1 J2 2 ഇലക്ട്രോൺ കേസാണ് ഈ പടവും. കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ പടത്തിൻ്റെ ലുക്ക് മാറും. അനേകം
പോളികളൊക്കെ വരും. അപ്പോൾ പടം കോംപ്ലിക്കേഷനാണ്. അപ്പോൾ L1ഉം S1ഉം കൂട്ടി J1 കാണും, L2ഉം S2ഉം കൂട്ടി J2 കാണും, പിന്നെ അവസാനം J1ഉം J2ഉം കൂട്ടിയിട്ട് ക്യാപിറ്റൽ J കാണും. അങ്ങനെ കാണുന്നതിനെയാണ് നമ്മൾ JJ കപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ JJ കപ്ലിങ്ങിനെ കുറിച്ച് എന്താണ് പറയുന്നത് നോക്കാം നമുക്ക്. If the interaction between spin vector and orbital vector of each electron is stronger than the interaction between either spin vectors or orbital vectors of different electrons, then JJ coupling is used. JJ coupling സ്മോൾ ജെ എഴുതേണ്ടത്, പക്ഷേ ഒരു സെന്റൻസ് ആരംഭിക്കുന്നുണ്ട് ക്യാപിറ്റൽ എഴുതിയാണ്. JJ coupling is found in heavy atoms. In JJ coupling, the total angular momentum vector of each electron separately found and then they are added together. ഓരോന്നിൻ്റെയും J കണ്ടുപിടിച്ചിട്ട് കൂടുതൽ രീതിയാണ്. അപ്പോൾ J1 is equal to L1 plus S1, J2 is equal to L2 plus S2, J3 is equal to L3 plus S3. കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ and so on. The resultant of J1, J2, J3, etc. is given by capital J equal to J1 plus J2 plus J3 plus etc. If there are only 2 electrons, we write J is J1 plus J2. Then total angular momentum. ഇവിടെ നമ്മൾ ടോട്ടൽ ആംഗുലർ മൊമെന്റ് ഒടുക്കം കണ്ടുപിടിക്കണം. ടോട്ടൽ ആംഗുലർ മൊമെന്റ് MJ is equal to J vector h by 2 pi. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ LS കപ്ലിംഗ് ആൻഡ് JJ കപ്ലിംഗ്. ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പഠിക്കുന്നത് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളാണ്. ഇത് നിങ്ങളെ എല്ലാ ക്ലാസ്സിലും നിങ്ങൾ +2 തൊട്ടുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. പല കോണ്ടസ്റ്റിൽ പഠിക്കും. കെമിസ്ട്രി ആരെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും പഠിക്കും. അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ അതൊക്കെ അറിയാവുന്ന ഒരു പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഒന്നുകൂടി നമ്മൾ വ്യക്തമായിട്ട് എഴുതി പഠിക്കുകയാണ്. പരീക്ഷയുടെ ക്വസ്റ്റ്യൻ കൂടിയാണ് ഇത്, ഇമ്പോർട്ടൻറ്റ്. This principle states that no 2 electrons in an atom can exist in the same quantum state. In other words, no 2 electrons in an atom can be identical as regards to their quantum numbers. You read the principle once again. This principle states that no 2 electrons in an atom can exist in the same quantum state. ഓരോ ക്വാണ്ടം സ്റ്റേറ്റിൽ 2 ഇലക്ട്രോണിന് ആറ്റത്തിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ ക്വാണ്ടം സ്റ്റേറ്റ്, ഇപ്പോൾ NL, ML, MS ആണല്ലോ. ഈ 4 വാല്യൂയും ഈ 2 ഇലക്ട്രോണിന് തുല്യമായിട്ട് ഒരു അറ്റോമിക് സിസ്റ്റത്തിൽ വരാൻ പറ്റത്തില്ല, ക്വാണ്ടം സ്റ്റേറ്റ് വരില്ല. In other words, no 2 electrons in an atom can be identical as regards to their 4 quantum numbers. അപ്പോൾ ഈ 4 ക്വാണ്ടം നമ്പറും ഒരേ രീതിയിൽ വരുന്ന രീതി ഈ ആറ്റമുകൾക്കില്ല. ഇനി അതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. If two electrons have all the 4 quantum numbers the same, ഏതെങ്കിലും 2 ഇലക്ട്രോണിന് 4 ക്വാണ്ടം നമ്പർ സെയിം ആയിട്ട് വന്നാൽ then one of them will be excluded from entering into the constitution of the atom. This principle is known as exclusion principle. അപ്പോൾ ഈ 4 this principle is known as, അങ്ങനെ എഴുതാം. അപ്പോൾ ഏതെങ്കിലും 4 ക്വാണ്ടം നമ്പർ 2 ഇലക്ട്രോണിന് ഐഡന്റിക്കലായിട്ട് വന്നാൽ, ഒരു ഓർബിറ്റിലെ 2 ഇലക്ട്രോണിന് ഏതെങ്കിലും ഈ 4 ക്വാണ്ടം നമ്പേഴ്സ് ഒരുപോലെ വന്നാൽ ഉടനെ ഒരു ഇലക്ട്രോണിനെ ആ സ്റ്റേറ്റിൽ നിന്ന്, ആ ഓർബിറ്റിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യും. അതുകൊണ്ട് ഈ പ്രിൻസിപ്പിളിനെ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയും. Thus, this principle is known as exclusion principle. അതാണ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് എല്ലാ ക്വസ്റ്റ്യനും കാണുക. ആദ്യ ക്വസ്റ്റ്യൻ, what are the 4 quantum numbers? ഏതൊക്കെയാണ് 4 quantum numbers? 4 quantum number system ആണ്. What is the meaning of 4 quantum number system? ഞാൻ പറഞ്ഞല്ലോ, 7 ക്വാണ്ടം നമ്പറും ഒരു ആറ്റത്തെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ട ഏതെങ്കിലും 4 മതി. ആ സെറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ LS coupling. Number 3, what is meant by JJ coupling? Number 4, state and explain Pauli's exclusion principle. Number 5, distinguish between LS coupling and JJ coupling.
രണ്ട് തമ്മിൽ വ്യത്യാസം പറയാം. വ്യത്യാസം എന്ന് പറയണ്ട, രണ്ട് കപ്പിളിങ് കൊണ്ട് എഴുതിയാൽ മതി. പടം വരക്കണം, പടം വരച്ച് രണ്ട് കപ്പിളിങ് എഴുതുക, അല്ലാതെ സെപ്പറേറ്റ് ചെയ്ത് പറയണ്ട. ആ നോട്ടിനകത്ത് തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ല ഇത് രണ്ട് കോളായിട്ടൊന്നും ഭാഗിക്കേണ്ട, രണ്ട് നോട്ട് കൊണ്ട് എഴുതിയാൽ മതി. That is all with your 9th lecture on atomic and molecular physics. Thank you very much.